ഇന്നുണ്ടാക്കിയ പെസഹാപ്പവും പാലും. നമുക്ക് പാലുണ്ടാക്കണമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് നല്ലതായിട്ട് അരിച്ചെടുക്കണം. ശർക്കര പാല് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ശർക്കര എത്ര വേണേലും ഇടാം. ഇവിടെ ഇപ്പം ഞാൻ 300 ഗ്രാം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ചില സ്ഥലങ്ങളിൽ ഈ പെസാപ്പം ഉണ്ടാക്കുന്നത് ചിലർ ഇഡലി ഉഴുന്ന് വറക്കാതെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കണേന് ഈ ഒരു രുചി കിട്ടുകയില്ല. പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് വട്ടയപ്പമായിട്ട് ഉണ്ടാക്കുന്നത്, കേരളത്തിൻ്റെ പല ഇടത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ എറണാകുളംകാരൊക്കെ ഇതേ രീതിയിലേ ഉണ്ടാക്കുള്ളൂ. നമുക്ക് ശർക്കര ഞാനിപ്പോൾ ഉരുക്കി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഇത് ഇൻസ്റ്റൻറ്റ് മിൽക്ക് പൗഡറാണ് ഞാൻ മാഗിയുടെ, അതാണ് കലക്കിയിരിക്കുന്നത്. നാട്ടിലാണെങ്കിൽ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് 2-3 പാലൊഴിച്ച് അതിലേക്കാണ് ശർക്കര ഒഴിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതാണ് ഇൻസ്റ്റൻറ്റ് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയത്, അരിപ്പൊടി പച്ചയ്ക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാറ്റി വെക്കണമായിരുന്നു. ഞാനത് മറന്നുപോയി, കുഴച്ച് കഴിഞ്ഞിട്ടാണ് ഓർത്തത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇതൊരു പുട്ടിൻ്റെ പൊടി ഇവിടെ ഇരുന്നത് എടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പൊടി ഇച്ചിരി കലക്കി ചേർക്കാം. അപ്പോൾ ഇത് തിളച്ചു. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അത് പിരിഞ്ഞൊക്കെ പോകാതെ ഇരിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരും അരിപ്പൊടി കലക്കിയത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഒരുപാട് കുറുകി പോകണ്ട. അപ്പം നമ്മളിത് പായസത്തിൻ്റെ ഇതിൽ തന്നെ. പണ്ടൊക്കെ ഇത് പെസഹ വ്യാഴാഴ്ച ഇങ്ങനെ അപ്പം ഉണ്ടാക്കി പള്ളിയിൽ കഴിഞ്ഞ് വന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കഴിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അവസാനമായിട്ട് കൊടുത്ത അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ എല്ലാവരും ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ വിശ്വാസത്തിനകത്തേക്ക് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ആചരിക്കാറില്ല. എന്നാലും എൻ്റെ മക്കൾക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് ഈ അപ്പവും പാലും ഒക്കെ എപ്പോഴേലും ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ ഇതിന് ഈ പാലിന് ഈ ഒരു തിക്നെസ് മതി. ഇത് ആറും പേര് അല്പം കൂടെ കുറുകി വരും, അല്പം കൂടെ. അപ്പം ഇനി അതിനകത്തേക്ക് ഏലക്കാപ്പൊടി ഇടണം. അപ്പം എൻ്റെ കയ്യിൽ ഏലക്ക തീർന്നു പോയത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഏലക്ക എക്സ്ട്രാക്റ്റാണ് ഒഴിക്കുന്നതിന് പാകത്തിന്. അപ്പം അത് ഒഴിച്ച് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി അപ്പം കുറച്ച് 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. അപ്പം ഞാനിതിവിടെ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഞാനിവിടെ ഒരു 2 പ്ലേറ്റ് എടുത്ത് അതിനകത്ത് ഇച്ചിരി ബട്ടർ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് 2 പ്ലേറ്റിലേക്കായിട്ട് കോരിയിട്ട് വെച്ചിട്ട് സ്റ്റീം ചെയ്യാം.